ഹായ് ഗൈസ്, എല്ലാവർക്കും ഇന്നത്തെ മോർണിംഗ് വ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് ചെറിയൊരു മോർണിംഗ് വ്ലോഗ് കാണിക്കാമെന്ന് വിചാരിച്ചു. വേറൊന്നുമല്ല, രാവിലത്തെ എൻ്റെ പണികളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. രാവിലെ നമുക്ക് ചായ ഇടാം ആദ്യം കേട്ടോ. കാരണം രാവിലെ എല്ലാവരും എഴുന്നേൽക്കുമ്പോഴേ ആദ്യം ചായയാണ് ഇടാറ്. അതിനുശേഷമാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഉച്ചക്കത്തേക്കുള്ള ഫുഡായാലും എല്ലാം വെക്കുക. അപ്പോൾ രാവിലെ നമുക്ക് ചായ ഇടാം. ഇപ്പോൾ നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ ചായ ഇടാം കേട്ടോ. ഇവിടെ വേറൊരു അടുപ്പിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് കഞ്ഞിക്കുള്ള അരി അടുപ്പിടാനുള്ളത്. അപ്പം അതിൻ്റെ കൂടെ അരിയും കൂടെ അടുപ്പിടണം. ഇപ്പം അരി കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുപ്പിടാം. അരി കഴുകി വെച്ചിട്ടുണ്ട്. പാല് തിളച്ചെടുത്തിട്ട് അപ്പോൾ നമുക്ക് തേയില ഇട്ട് കൊടുക്കാം. ചായ തിളച്ച കേട്ടോ. അങ്ങനെ ചായ തിളച്ച് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൻ്റെ കൂടെ തന്നെ ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ദോശയ്ക്ക് കടലക്കറി ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ പാത്രമാണ് കുഞ്ഞുങ്ങളുടെ. അപ്പോൾ അവർക്ക് ഓരോ ദോശയും കടലക്കറിയും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അയലമീനായിരുന്നു കേട്ടോ. അപ്പം തോനെയുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഒന്ന് കറി വെക്കാമെന്ന് വിചാരിച്ചു. അതിനെല്ലാം വെട്ടിയെടുത്തിട്ട് കുറച്ച് കറി വെക്കാനും കുറച്ച് വറക്കാനുമായിട്ട് എടുത്തിട്ടുണ്ട്. കുറച്ചേ ഞാൻ വറക്കാൻ എടുത്തുള്ളൂ, ബാക്കിയെല്ലാം കറിക്കായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം മീനെല്ലാം കഴുകി വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. മസാല എല്ലാം ഇട്ട് നല്ലപോലെ കുറച്ച് നേരം പുരട്ടി വെക്കാം കേട്ടോ. എങ്കിലേ അതിനകത്ത് എരിവൊക്കെ പിടിക്കുകയുള്ളൂ. അതിനുശേഷം നമുക്ക് കറിയെല്ലാം വെച്ചതിന് ശേഷം ലാസ്റ്റാണ് ഞാൻ മീൻ വറക്കാറ്. എൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ പണിയാണ് മീൻ വറക്കുന്നത് കേട്ടോ. അപ്പോൾ മീനെല്ലാം സെറ്റാക്കി മസാലയെല്ലാം തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മീൻകറി വെക്കാം. മീൻകറി വെക്കാനായിട്ട് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടാവട്ടെ. ചൂടായതിന് ശേഷം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചിട്ട് എണ്ണയൊന്ന് നല്ലപോലെ ചൂടായതിന് ശേഷം ഉലുവയും ഇട്ട് ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം. ഉലുവ പൊട്ടിയതിന് ശേഷമാണ് ഞാൻ കടുക് ഇടാറ്. അപ്പോൾ ഉലുവയും പൊട്ടിച്ച് കടുക് ഇട്ടിട്ട് നമുക്ക് കൊച്ചുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കൊച്ചുള്ളിയും പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ ഞാൻ ചതച്ചാണ് മീൻ കറിക്ക് ചേർക്കുന്നത്. കാരണം അയല ആയതുകൊണ്ട് ഗ്യാസിൻ്റെ പ്രശ്നമുണ്ടല്ലോ. അതുകൊണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലപോലെ ചതച്ചിട്ടാണ് ചേർക്കാറ്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. വഴറ്റിയതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഈ കറിവേപ്പില ബോക്സിലാക്കി ഇങ്ങനെ ഇറുത്ത് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ചീത്തയാവത്തില്ല. നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ ഉപയോഗിക്കാം. തണ്ടോടെ വെച്ച് കഴിഞ്ഞാൽ വാടി അതിനകത്ത് നിറന്ന് വീണോണ്ടിരിക്കും കേട്ടോ. ഇത് കഴുകിയെല്ലാം വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കറിവേപ്പിലയാണ്. അപ്പോൾ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് അതിനാവശ്യമായ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് പിന്നെ ഉലുവാപ്പൊടിയാണ് ചേർക്കുന്നത്. ഉലുവാപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാവേ. മസാല മഞ്ഞൾപ്പൊടിയുടെയൊക്കെ പച്ചമണമൊക്കെ മാറുമ്പോഴത്തേക്കിനും നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി കൂടുതൽ ചേർത്തിട്ട് മല്ലിപ്പൊടി കുറച്ച് ചേർക്കാനാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. മല്ലിപ്പൊടി കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുളക് കറിക്ക് വലിയ ടേസ്റ്റ് ഉണ്ടാകത്തില്ല. ഞാനിങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണേ. അതിനുശേഷം നമുക്ക് അതിനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിക്കണം. പച്ചമണം മൊത്തം മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട്. ഇവിടെ ഇച്ചിരി ലൂസായിട്ട് കറി വെക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പം ഞാൻ ലൂസായിട്ടാണ് കറി വെക്കുന്നത്.
അപ്പോൾ അതിനാവശ്യമായ ബാക്കി വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാവേ. ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കറി അടുപ്പത്താക്കാം. ഇപ്പോൾ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. പെട്ടെന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മൂടി വെച്ച് അടച്ചു വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പതുക്കെ തിളയ്ക്കുള്ളൂ. അതുകൊണ്ട് ചെറുതായിട്ടൊരു തിള വന്നപ്പോൾ തന്നെ ഞാൻ അതിലേക്ക് കുടംപുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുടംപുളി ഇട്ട് കൊടുത്തിട്ട് അതിനാവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി വെച്ചിട്ട് വീണ്ടും അടച്ചു വെക്കാം കേട്ടോ. നല്ല തിള വന്നതിന് ശേഷം മീൻ ഇടാറുള്ളൂ കേട്ടോ. അപ്പം എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി വെച്ചിട്ട് നല്ല തിള വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. തിള വന്നതിന് ശേഷം നമുക്ക് ആ മീൻ കുറേശ്ശെയായിട്ട് പിറക്കിയിടാം. ഞാൻ കൂടുതൽ മീനും കറി വെക്കാനായിട്ട് എടുത്തിട്ടുള്ളായിരുന്നത്, കാരണം ഇവിടെ എല്ലാവർക്കും കറി ഇഷ്ടമാണ്, അതിൻ്റെ പേരിലാണ് കേട്ടോ. ചെറിയ അയലയായിരുന്നു, എൻ്റെ തലയൊന്നും ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ നല്ലപോലെ ഇളക്കി എല്ലാം വെച്ചിട്ടുണ്ട്. എണ്ണയൊക്കെ മേളിൽ തെളിഞ്ഞു വരണം കേട്ടോ. ഞാനിങ്ങനെ കറി വെക്കുമ്പോൾ നല്ലപോലെ എണ്ണ ചേർക്കാറുണ്ട്, അല്ലെങ്കിൽ മുളക് കറി ഒരുമാതിരി ഇരിക്കും കേട്ടോ. എനിക്കിങ്ങനെ വെക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അപ്പുറത്തെ അടുപ്പിൽ ഞാൻ വിചാരിച്ച് തട്ടിക്കൂട്ടി പെട്ടെന്ന് രസം വെക്കാൻ. മുളക് കറി വെക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കൂട്ടത്തിൽ രസം ഉണ്ടെങ്കിൽ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കടുകും പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പെട്ടെന്നുള്ള രസമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. ഞാൻ രസം വെക്കുന്നത് വേറൊരു സ്റ്റൈലിലാണ്, ഇത് പെട്ടെന്നായതിൻ്റെ പേരിലാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പം കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് 2 കൊച്ചുള്ളി അരിഞ്ഞിട്ട് കൊടുത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലയും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ചെറിയൊരു രസമാണ്, തോനെയൊന്നുമില്ല. അതുകൊണ്ടാണ് ഇത്രയും സാധനങ്ങൾ. കൂടുതൽ രസം വെക്കുമ്പോൾ നമ്മൾ ഇച്ചിരി കൂടെ സാധനം ചേർക്കും കേട്ടോ. അപ്പോൾ അതിനാവശ്യമായ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ മുളക് പൊടി, പിന്നെ അതിനാവശ്യമായ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കി കൊടുത്തതിന് ശേഷം ആ പച്ചമണമൊക്കെ മാറണം രസത്തിന്. രസം വെക്കുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ ഇച്ചിരി എണ്ണ നല്ലപോലെ വേണം കേട്ടോ. ആ എണ്ണയ്ക്കകത്ത് കിടന്ന് മൂത്തെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ മുളക് കലക്കിയതിൻ്റെ കൂട്ടേ ഇരിക്കുകയുള്ളൂ രസം. അപ്പോൾ അതിലേക്ക് ഞാൻ കുരുമുളക് പൊടിയും ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റാണ് ഞാൻ കായം ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. കായം കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം മസാലയെല്ലാം കൂടെ നല്ലപോലെ തീ കുറച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ. തീ കുറച്ചിട്ട് നമുക്ക് നല്ലപോലെ വഴറ്റി കൊടുത്തതിന് ശേഷം ഞാൻ നേരത്തെ പിഴുപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളം ഒന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് ഇനി അതിലേക്ക് ബാക്കി മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. തിള വന്നതിന് ശേഷം ഉപ്പും കൂടെ ചേർത്തിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ രസം നല്ലപോലെ വെട്ടി തിളയ്ക്കണം. തിളച്ചതിന് ശേഷം ലാസ്റ്റ് നമുക്ക് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ലാസ്റ്റാണ് രസത്തിന് മല്ലിയില ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മല്ലിയിലയും കൂടെ ചേർത്ത് നല്ലപോലെ വെട്ടി തിളയ്ക്കുന്നുണ്ട്. തിളച്ചതിന് ശേഷം നമുക്ക് രസം മാറ്റി വയ്ക്കാം കേട്ടോ. ഇപ്പോൾ രസം റെഡി ആയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ പുരട്ടി വെച്ച മീനും കൂടെ ഒന്ന് വറുത്തെടുക്കാനായിട്ട് ഒരു ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ഓരോ മീനായിട്ട് വറുത്ത് കൊടുക്കാം. ഞാനിവിടെ അതിന് ആവശ്യമായ മീനെ വറക്കുന്നുള്ളൂ കേട്ടോ. ബാക്കി എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കമൻറ്റ്സ് ഇടുക,